കേന്ദ്രവും സംസ്ഥാനവും ഏർപ്പെടുത്തിയിരിക്കുന്ന 15ഓളം നികുതികൾ GSTയിൽ ലയിക്കുമെന്നതാണ് പുതിയ നികുതി സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകത. ഒരു ഉൽപ്പന്നത്തിന് ഒന്നിലധികം നികുതിയും നൽകേണ്ടി വരില്ല. ഇത് ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നതിന് സഹായിക്കും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 70ഓളം ഇനങ്ങളുടെ നികുതിയാണ് ജൂലൈ 1 മുതൽ കുറയുക. ഇതോടെ കശുവണ്ടി പരിപ്പ്, കയർ, ഇൻസുലിൻ, പൂജാ സാമഗ്രികൾ, ഐസ്, സ്കൂൾ ബാഗ് എന്നിവയുടെ വില കുറയും. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ നികുതി നിരക്ക് വരുന്നത് വാണിജ്യ ഇടപാടുകൾ സുഗമമാക്കും. ഇതോടെ നികുതി വെട്ടിപ്പിനുള്ള സാധ്യത പരമാവധി കുറയ്ക്കാനാകും. സ്റ്റേറ്റ് ലെവലിൽ വാറ്റ് അങ്ങനെയുള്ള ടാക്സ് പോകുന്നു, സെൻട്രൽ ലെവലിൽ സെൻട്രൽ എക്സൈസ് പോകുന്നു. ഇതിനെല്ലാം ഒരു യൂണിഫോം ഇൻഡയറക്റ്റ് ടാക്സ് ഇവിടെ കൊണ്ടുവരിക. അതിൻ്റെ കൂട്ടത്തിൽ ഗുഡ്സും സർവീസും കൂടെ കൊണ്ടുവരിക. അതുകൊണ്ടാണ് GST എന്ന് വരുന്നത്. നിലവിൽ ഉൽപാദക മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് നികുതി ഈടാക്കുന്നത്. GST വിൽപ്പന മേഖലയെ അടിസ്ഥാനമാക്കിയാണ്. അതായത് കേരളം അടക്കമുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്കാണ് GST കൂടുതൽ അനുകൂലമാകുന്നതെന്ന് ചുരുക്കം. അതേസമയം GST വന്നാലും ആദായ നികുതി, വിനോദ നികുതികൾ, കസ്റ്റംസ് തീരുവ, മോട്ടോർ വാഹന നികുതി, മദ്യത്തിന്മേലുള്ള നികുതി എന്നിവ നിലനിൽക്കും. അഭിലാഷ് ഗോപിനാഥൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. GST വരുമ്പോൾ പല സേവനങ്ങൾക്കും നിരക്കുകളിൽ മാറ്റമുണ്ടാകും. നികുതി പുനർനിർണയിച്ചതോടെയാണ് ഇത്. പ്രധാനമായും ഇൻഷുറൻസ്, വ്യോമയാന നിരക്കുകളിലാണ് മാറ്റമുണ്ടാവുക. ഇൻഷുറൻസ് മേഖലയെ നികുതി വിമുക്തമാക്കണമെന്ന് ആവശ്യം ഉയർന്നിരുന്നെങ്കിലും GSTയിൽ നികുതി 3% കൂട്ടി 18% ചെയ്തത്. ഇതോടെ ഇൻഷുറൻസ് പ്രീമിയം നിരക്കുകളും ഉയരും. ജൂലൈ 1 മുതൽ ഹോട്ടൽ താമസത്തിനുള്ള ചിലവും വർദ്ധിക്കും. 5000 രൂപയ്ക്ക് മുകളിലുള്ള ഹോട്ടൽ റൂമിന് 28% നികുതി നൽകണം. 7000 രൂപ വാടക നിരക്കുള്ള മുറിക്ക് നേരത്തെ 1400 രൂപയായിരുന്നു നികുതിയെങ്കിൽ ഇനി അത് 1960 രൂപയാകും. 1000 രൂപയ്ക്ക് താഴെയുള്ള റൂമിന് GST പ്രകാരം നികുതി നൽകേണ്ട. ട്രെയിൻ യാത്രയിൽ AC കമ്പാർട്ട്മെന്റിലെ യാത്രയ്ക്ക് മാത്രമേ നികുതി വർദ്ധിക്കൂ. 3000 രൂപയുള്ള ടിക്കറ്റിന് 131 രൂപയിൽ നിന്നും നികുതി 150 രൂപയായി വർദ്ധിക്കും. AC ഇല്ലാത്ത റെസ്റ്റോറൻറ്റിൽ GST നിരക്ക് 12%. 5 സ്റ്റാർ ഹോട്ടലുകളിലെ റെസ്റ്റോറൻറ്റിൽ ഇത് 28% GST വരുന്നതോടെ വിമാനയാത്രാ നിരക്കുകളും വർദ്ധിക്കും. വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾക്കും വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്നതിനുമടക്കം നികുതി വരുന്നതോടെയാണിത്. ഇക്കോണമി ക്ലാസ്സിനുള്ള നികുതി 6%-ൽ നിന്നും 5%-ആയി കുറച്ചിട്ടുണ്ട്. പക്ഷേ വിമാന ഇന്ധനവില GSTക്ക് പുറത്തായതിനാൽ നികുതി കുറച്ചത് ഫലത്തിൽ വിമാന കമ്പനികൾക്ക് ഗുണം ചെയ്യില്ല. അഭിലാഷ് ഗോപിനാഥൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.